ഡെലിവറി ചെയ്യാൻ പോവാട്ടോ. ഇന്ന് ആക്ച്വലി 10 കേക്ക്സ് ആണ് നമുക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. സോ ഞാൻ എപ്പോഴും വീഡിയോസ് കാണിക്കുന്നത് കേക്ക് ബേക്ക് ചെയ്യുന്നത്, ക്രം കോട്ട് ചെയ്യുന്നത്, മീൻസ് പാക്ക് ചെയ്യുന്നതെല്ലാം കാണിക്കാറുണ്ട്. ഡെലിവറീസിന് ചെറിയ ഷോർട്സ് ഒക്കെ കാണിക്കാറുണ്ട്. പക്ഷേ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡെലിവറി വ്ളോഗാണ്. കാരണം ഇതൊരു ലോങ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കേക്ക്സ് ഒക്കെ ബാക്കിൽ ഡിക്കിയിലാട്ടോ വെക്കുന്നത്. എനിക്കെപ്പോഴും കേക്ക് ഡെക്കിയിൽ വെക്കുന്നതാണ് സേഫായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കേക്ക്സും നമ്മൾ ഡിക്കിയിൽ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ 10 കേക്കുകൾ നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ട്. ആ 10 കേക്കുകളും 10 ദിക്കിലാണ്. പിന്നെ ഇന്നത്തെ പ്രത്യേകത വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് ഇങ്ങനെ ഇന്ന സമയത്ത് ഡെലിവറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു ഭാഗ്യമാണ് അല്ലേ. നമുക്ക് അങ്ങനെ മീൻസ് അപ്പോൾ നമുക്ക് നമ്മളൊരു 11 മണിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് കേക്ക് കൊടുക്കാൻ പോകുന്നത് ചെറായിലാണ്. ചെറായി കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറെ കുറേ സ്ഥലങ്ങളിൽ കൊടുക്കാനുണ്ട്. അതായത് കാക്കനാട്, കടവന്ത്ര, കൊച്ചി, പിന്നെ മൂത്തുന്നം, പിന്നെ എവിടെയാണ് കൊച്ചി വൈപ്പിനിലുണ്ട്. വൈപ്പിനില് സെക്കൻഡ് കേക്ക് കൊടുക്കാൻ പോവാട്ടോ. അത് മൂത്തുന്നത്താണ് നമ്മൾ എത്തിക്കുന്നത്. കസ്റ്റമർ നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. വഴി കുറച്ച് ഇവിടെ റോഡ് ഇങ്ങനെയൊക്കെ ആയിട്ട് മാപ്പ് തോന്നിയ പോലെ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷനൊന്നും മനസ്സിലാവുന്നില്ല. സോ നമുക്ക് വഴികളൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ ആ ചേട്ടൻ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. നമുക്ക് ആ ചേട്ടനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി. നമുക്ക് ഫോളോ ചെയ്ത് പോകേണ്ടി വന്നില്ല കേട്ടോ. കാരണം അവർ 2 പേര് കൂടിയാണ് വന്നത്. 2 വീലറിനാണ് വന്നത്. സോ അവർ പിക്ക് ചെയ്ത് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. സോ നമുക്ക് അവിടെ കുറച്ച് ടൈം സേവ് ആയി. നെക്സ്റ്റ് ഡെലിവറി എന്ന് പറയുന്നത് അവിടെ നിന്നൊരു 1/2 hours ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു അപ്പാർട്ട്മെൻറ്റ്സിലായിരുന്നു. സോ അപ്പാർട്ട്മെൻറ്റ്സിൽ നമ്മളെപ്പോഴും നമ്മൾ ഓഫർ ചെയ്യുന്നത് ഫ്രീ ഡോർ ഡെലിവറി ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ കേക്ക് എത്തിക്കും കേട്ടോ. അപ്പോൾ ജിത്തു കേക്ക് കൊടുക്കുന്ന സമയത്ത് ഞാൻ ബാക്കി ലൊക്കേഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. ഇന്ന് എല്ലാ ഡെലിവറീസിൻ്റെ വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറേ പ്രൈവസി ഇഷ്യൂസ് കാരണം നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കുറേ പേരൊക്കെ സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന കേക്ക് ആയതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. കൊച്ചിയിൽ ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും കരിക്ക് കണ്ടു. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു കരിക്ക് കുടിക്കാമെന്ന്. വേറെ ഒന്നുമല്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള ഡിസിഷൻ എടുത്തുകൊണ്ട് നമ്മൾ പുറത്തൊന്നും വേറെ ഒന്നും കഴിച്ചില്ലായിരുന്നു. നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത് വൈപ്പിനായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഡെലിവറി പോയിൻ്റാണ്. കാരണം വൈപ്പിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസമാണ്. കാരണം നമുക്ക് വീടെത്താറായല്ലോ എന്നൊരു ആശ്വാസം. സോ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നമ്മളൊരു 4:30 4:45 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേട്ടോ. സോ ഇന്നൊരു ലോങ് ജേർണി ആയിരുന്നു കേട്ടോ. 8 hours to 9 hours ആണ് ഞാൻ ബേക്കിങ്ങിന് എടുത്തത്. അതുപോലെ തന്നെ ഒരു 6 hours, നിയർലി 6 hours ഞാൻ ഡെലിവറിക്ക് വേണ്ടിയിട്ടും എടുത്തായിരുന്നു. സോ ഈ ഒരു ലോങ് ജേർണിയിൽ ഞാൻ എത്ര രൂപ ഇൻകം ജനറേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യോ.